ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ എന്റെ നാട്ടിലെ സ്റ്റേഷനിൽ ചാർജ് എടുത്തുന്ന് നെൽസൺ വിളിച്ചു പറഞ്ഞിരുന്നു. പക്ഷേ എന്നെ കാണാനായിട്ട് എന്റെ വീട്ടിലേക്ക് വരുമെന്ന് ഞാൻ ഓർത്തില്ല. നാട്ടിലെ അറിയപ്പെടുന്ന ഗുണ്ടകളെ വീട്ടിൽ പോയി കാണുന്ന ശീലം എനിക്കില്ല. പിന്നെ വന്ന് ചാർജ് എടുത്തു കഴിഞ്ഞ സ്ഥിരം നോട്ടപ്പുള്ളികളായവരെ തൂക്കിയെടുത്ത് അകത്തിട്ട് 4 പൊട്ടിക്കുന്ന പരിപാടി കാലാകാലമായി നടത്തി പോരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വന്നതാണെന്ന് അങ്ങ് കരുതിയാ മതി. അപ്പൊ ഒന്നിച്ചൊരേ കോളേജിൽ പഠിച്ച് സ്നേഹം പുതുക്കാൻ വന്നതല്ല. ഗുണ്ടാ ലിസ്റ്റിൽ ശിവൻ എന്ന പേര് കണ്ടപ്പോ ആദ്യം നീ ആയിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. പിന്നെ മാണിക്കോത്തുന്ന ഹൗസ് നെയിം കണ്ടപ്പോ ഉറപ്പിച്ചു. ഒന്ന് കോളേജിൽ എന്റെ സ്വസ്ഥത കെടുത്തിയവൻ എനിക്ക് ഇവിടെയും പണിയാവൂന്ന്. അന്ന് കോളേജിലെ ആർട്ട് ഫെസ്റ്റിവലിന് ജൂനിയർ പിള്ളേരുടെ അടികൊണ്ട് സീനിയർ പിള്ളേര് തുപ്പിയ ചോര ഇന്നും ഓർമ്മയിലുണ്ട് എന്റെ കൺമുന്നില്. മറന്നിട്ടില്ലടാ ഞാനൊന്നും. അന്നത്തെ അടിയില് നീ എന്റെ തൊടയില് കത്തിക്കൊണ്ടൊരു കുത്തുകുത്തി. അതിന്റെ പാട് ഞാനൊരു നിധി പോലെ കൊണ്ട് നടക്കുക, ഒരവസരം ഒത്തുകിട്ടാൻ. കേട്ടോ, അതുപോലെ നിനക്കൊന്ന് തിരിച്ചു തരാൻ. കഷ്ടം. കാക്കിയിട്ടിട്ടും ഇങ്ങനെ പരിഭവം പറഞ്ഞോണ്ട് നടക്കാൻ നിനക്ക് നാണമില്ലല്ലോ. ഞാനാണെങ്കി കുത്തിയതിന്റെ അന്ന് തന്നെ പുതിയൊരു കത്തിയും വാങ്ങി കുത്തിയവന്റെ പള്ളയ്ക്ക് അന്ന് തന്നെ കയറ്റിയാനെ. ഇതുപോലൊരവസരം കാത്ത് ശിവനിരിക്കില്ല. അന്ന് പക്ഷേ നിന്റെ അച്ഛന്റെ പണത്തിന്റെ സ്വാധീനം കൊണ്ട് നീ അങ്ങ് ഊരിപ്പോയി. പെട്ടത് ഞാനാടാ. എന്റെ പഠിപ്പാ ആ വർഷം മുടങ്ങിയത്. എടാ, സീനിയർ ആണെന്നും പറഞ്ഞ് പെൺകുട്ടികളുടെ ഇടയിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി നീയൊക്കെ ഉണ്ടാക്കിയ ഒരു പേക്കൂത്ത്. അതിന് ശിവന്റെ ഭാഷയിൽ അങ്ങനൊരു മറുപടി തരാനേ സാധിച്ചുള്ളൂ. ഇന്നായിരുന്നെങ്കിൽ നീ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കില്ലായിരുന്നു. നീ ആരുടെ മുന്നിൽ നിന്നായി നാവാടുന്നെന്ന് നിനക്കറിയോ? അറിയോടാ, നിന്നെ തൂക്കി എടുത്തുകൊണ്ടുപോയി സ്റ്റേഷനകത്തിട്ട് 4 ചാമ്പ് ചാമ്പാനുള്ള അധികാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പഴയ കത്തിക്കുത്ത് കേസൊന്നുമല്ല, ഇതൊരു കൊലപാതകമാ. ഇതിന് നിന്നെ ഞാൻ അഴി എണ്ണിക്കും. അതിനുള്ള തെളിവ് എന്റെ കയ്യിലുണ്ടടാ. വീട് സാറേ, കഷ്ടം. ഇത്രയൊക്കെ ആയിട്ടും നിന്റെ ആ എടുത്തുചാട്ടത്തിന് ഒരു കുറവില്ല. വെറുതെ അല്ലടാ നിന്നെ ഞങ്ങളന്ന് വെകളിന്ന് വിളിച്ചത്. കോൾ മീ സാർ. വിളിക്കടാ സാറേന്ന്, വിളിക്കടാ. ഞാൻ വിളിച്ചാ മതിയോ സാറേ? കൈയെടുക്കണം സാറേ. യവനെ പഠിപ്പിച്ച സാറന്മാരെ പോലും നേരെ ചെവേ സാറേ എന്ന് വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്, ഞാൻ വിളിച്ചാ മതിയോന്ന്. അച്ഛാ, ഇത് TM റസാക്ക്, തെറ്റയിൽ മുഹമ്മദ് മകൻ റസാക്ക്. എന്റെ ഒപ്പം കോളേജിൽ പഠിച്ചതാ. ഇപ്പൊ ഇവിടുത്തെ CA. ഓ, അത് ശരി. ഒരേ കോളേജിൽ പഠിച്ച സഹപാഠിയെ കാണാൻ വന്നതല്ലേ? കൊള്ളാം. പിന്നെ എനിക്കുണ്ടൊരു സഹപാഠി, ഒരു ഗൗരീശൻ. ഇപ്പോ ആഭ്യന്തരമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിമാരിൽ ഒന്നാമനാ. എന്റെ പരിചയം ഒന്ന് പുതുക്കാനായിട്ട് ഞാനും ഒന്ന് വിളിക്കാം. എന്താ സാറേ, വിളിക്കണോ?